ഹായ് ഹലോ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വിച്ചൂസിൻ്റെ ഒരു ഹാപ്പി ഡേ ആയിട്ടാണ്. വിച്ചൂസ് ഒരുപാട് നാളായിട്ട് ഞങ്ങളോട് പറയുന്ന ഒരു ആഗ്രഹമാണ്. ഞങ്ങൾ ഇന്ന് സാധിച്ചു കൊടുക്കാമെന്ന് കരുതി ഞാനും ചേട്ടനും കൂടി വിച്ചുനെയും കൊണ്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ആശ്രമ മൈതാനത്തൂടെ പോവുകയാണ്. ഞങ്ങൾ എത്തിയിരിക്കുന്നത് അഡ്വഞ്ചർ പാർക്കിലാണ്. മോന് ഒരുപാട് ഇഷ്ടമാണ് കൊല്ലം അഡ്വഞ്ചർ പാർക്കിൽ വരുന്നത്. എപ്പോഴും പറയുന്നൊരു സ്ഥലമാണ് ഇത്. അങ്ങനെ ഓടി വന്നപ്പോൾ തന്നെ കണ്ട നെറ്റിനകത്തൊക്കെ പിടിച്ച് കയറുവാണ്. അത് കഴിഞ്ഞ് അതിനകത്തിരുന്ന് പിന്നീട് ഒരു പേയ്മെൻറ്റ് അടച്ച് കയറുന്ന 80 രൂപയുടെ ടോക്കൺ എടുത്ത് കയറുന്ന ഒരു ഈ എയറൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന ഈ സ്ലൈഡിനകത്ത് കയറിയായിരുന്നേ. മോന് കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് എങ്ങനെയാണെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ നിൽക്കുന്ന പയ്യൻ പറഞ്ഞു കൊടുത്ത് ആ ഒരു ഇതിലൊക്കെ കയറി പോവുകയാണേ. എങ്ങനെയൊക്കെയോ കയറാനുള്ള ഇതിലങ്ങ് കയറി കഴിഞ്ഞപ്പോഴത്തേനെ തിരിച്ചിറങ്ങാനാണ് മോൻ ഒരുപാട് അങ്ങ് പാടുപെട്ട് പോയേ. പിന്നെ ആ വാവ നിന്ന് കളിക്കുന്നുണ്ട്, വാവ ഇടിച്ചിടുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നേ. പിന്നെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി ഓപ്പൺ ജിമ്മിൻ്റെ ഈ സംഭവത്തിനകത്തൊക്കെ കയറിയേ. അതിനകത്തൊക്കെ കയറി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമായിരുന്നു കിടന്നുകൊണ്ട്. അവൻ ഒരുപാട് എൻജോയ് ചെയ്തു, ഞങ്ങൾക്കത് മതിയേ. അങ്ങനെ എങ്ങനെയാണ് മോനെ ഇത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരുവാണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഏറെക്കുറെയൊക്കെ അറിയാമല്ലേ. അത് കഴിഞ്ഞിട്ട് ടയറിനകത്തൂടെ കണക്ട് ചെയ്ത് കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നേ. അതിനകത്തൊക്കെ കയറി 2 രീതിയിലൊക്കെ കയറ്റി ഇരുത്തി കൊടുത്ത് രണ്ടും ഇഷ്ടപ്പെട്ടു. പക്ഷേ മോൻ നല്ല കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇറക്കി. അത് കഴിഞ്ഞപ്പോൾ ആ പയ്യന്മാർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് മോനെ ഏതെങ്കിലും ഒന്നിനകത്ത് ഒന്നും കൂടെ കയറ്റിക്കോ, 80 രൂപ അടച്ചതല്ലേ, എന്നിട്ട് മോൻ ഒറ്റ പ്രാവശ്യമല്ലേ അതിനകത്ത് കയറിയോളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ കേട്ട പാതി അവ ഓടി വന്നിട്ട് പറഞ്ഞ് അച്ഛാ എനിക്കിത് തന്നെ മതി, എനിക്ക് ഇതിനകത്ത് കയറാൻ ഭയങ്കര ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ്. ഫോണിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് എനിക്കിതിനകത്ത് കയറണമെന്ന്. അങ്ങനെ ഇതിനകത്ത് കയറ്റി. ഞങ്ങൾക്ക് പക്ഷേ പേടിയായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് മോനെ ഇങ്ങനെയൊക്കെ ഇതിനകത്തൊക്കെ കയറ്റുന്നത്. വെള്ളത്തിൽ വീഴുമെന്നുള്ള പേടിയായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അതിനകത്തൊക്കെ ഏറെക്കുറെയൊക്കെ ഇച്ചിരി മുതിർന്ന പിള്ളേരൊക്കെയായിരുന്നു അതിനകത്ത് കളിച്ചത്. ഇവനേ ഉള്ളായിരുന്നു കുഞ്ഞായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഇതിനകത്ത് കയറി. അത് കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.